കണ്ണൂരിൽ കൈക്കൂലി കേസിൽ പിടിയിലായ തഹസിൽദാറെ സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പടക്കക്കടയുടെ ലൈസൻസ് പുതുക്കി നൽകുന്നതിനാണ് ഇയാൾ കൈക്കൂലി വാങ്ങിയത്. വിജിലൻസ് അറസ്റ്റ് ചെയ്ത സുരേഷ് ചന്ദ്രബോസിനെ റിമാൻഡ് ചെയ്തിരുന്നു. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ, അങ്ങനെ സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി തുടർ നടപടികൾ ഉണ്ടാകുമോ? ലൈസൻസ് പുതുക്കി നൽകുന്നതിനായി 1000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഈ സുരേഷ് ചന്ദ്രബോസിനെ കഴിഞ്ഞ ദിവസം വിജിലൻസ് കസ്റ്റഡിയിലെടുത്തത്. CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയാണ് ഈ സുരേഷ് ചന്ദ്രബോസ്. നേരത്തെ വില്ലേജ് ഓഫീസറായിരിക്കെ സമാനമായി കൈക്കൂലി കേസിൽ ഇയാളെ വിജിലൻസ് പിടിച്ചിരുന്നു. പക്ഷെ പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ ഇദ്ദേഹത്തെ വെറുതെ വിടുകയായിരുന്നു. എന്തായാലും വിരമിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് സുരേഷ് ചന്ദ്രബോസ് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായത്. എന്തായാലും ഇയാളെ കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് നടപടി എടുത്തിരിക്കുന്നത്. സസ്പെൻഷനിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നു. നിലവിൽ ഇപ്പോ സസ്പെൻഷൻ നടപടിയാണ്. മറ്റെന്തെങ്കിലും കടുത്ത നടപടികളിലേക്ക് പോകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. ശരി, സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.